ഓം ശാന്തി. ഞാൻ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ ബീജരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. രൂപത്തിൽ ബിന്ദുവും ഗുണങ്ങളിൽ സിന്ധുവുമായ ശിവബാബയുടെ കൂടെ ഇരിക്കുന്നു. ബാബയുടെ ദിവ്യ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും തേജസ്വി കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സർവ ദിവ്യ ഗുണങ്ങളെയും ശക്തികളെയും സ്വയം തന്നിൽ സമാവേശമാക്കുന്നു. ഞാൻ സർവശക്തി സമ്പന്നമാവുകയാണ്. മാസ്റ്റർ സാഗറായിത്തീരുന്നു. ബാബ് സമാനം ലൈറ്റുമൈറ്റ് സ്വരൂപമായി തീരുകയാണ്. ഇപ്പോൾ ഞാൻ ആത്മാ സമ്പന്നമായി താഴേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ ആത്മാവിൽ നിന്നും വ്യാപിക്കുന്ന പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും തേജസ്വി കിരണങ്ങൾ നാലു ഭാഗത്തും വ്യാപിക്കുന്നു. ആത്മാക്കളെ ശക്തിശാലിയാക്കുന്നു. സർവ ആത്മാക്കളും ശക്തികളാൽ സമ്പന്നമാകുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ പതിയെ പതിയെ താഴേക്ക് വന്ന് ഈ സാകാരി ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ പ്രവേശിക്കുകയാണ്. ഞാൻ ഒരു സമ്പന്ന ബാബ് സമാനം ആത്മാവാണെന്ന സ്മൃതിയിലിരിക്കുന്നു. ഞാൻ സർവഗുണസ്വരൂപ സർവശക്തി സ്വരൂപ ആത്മാവാണ്. സദാ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. സദാ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ തീരങ്ങളും ഒഴിവാക്കി ഒരു അവിനാശി ബാബയെ എൻ്റെ ഏക ആശ്രയമാക്കിയിരിക്കുന്നു. ഞാൻ വ്യക്തി വൈഭവം ഈ പ്രഭാവത്തിൽ നിന്നും ആകർഷണമുക്തമാകുന്നു. സർവബന്ധനമുക്തമാണ്. ബ്രഹ്മാ ബാബ് സമാനം എൻ്റെ മനസ്സും ശരീരവും ധനവും സദാ ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആത്മാവ് എൻ്റേത് എന്ന വിചാരം സമാപ്തമാക്കി സാക്ഷിയായിരിക്കുന്നു. ഒരു പരിധിയുള്ള ആഗ്രഹങ്ങളുമില്ല. സ്വയം സദാ സന്തുഷ്ട
സമ്പന്ന അനുഭവം ചെയ്യുന്നു. ബാപ്പ് സമാനം അനുഭവം ചെയ്യുന്നു. ഓരോ ആത്മാവിനെ പ്രതിയും കല്യാണ ഭാവന വെക്കുന്നു. സദാ പരിധിയില്ലാത്ത സേവയിൽ തത്പരനായിരിക്കുന്നു. ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷയും അജൽ അഡോൾ ആയിരുന്ന് നേരിടുന്നു. ഡ്രാമയിൽ പൂർണ്ണ നിശ്ചയം വെക്കുന്നു. എല്ലാ ഭാരങ്ങളും ബാബയിൽ അർപ്പിച്ച് ഡബിൾ ലൈറ്റായി ഫരിഷ്തകളുടെ ലോകത്തിൽ ഭ്രമണം ചെയ്യുന്നു. സദാ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ സമാനത്തിലിരുന്ന് എല്ലാവർക്കും ബഹുമാനം നൽകുന്നു. ഈ രണ്ട് കാര്യങ്ങളിലൂടെ ബാപ്പ് സമാനമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ പരമാത്മാ ബാബയെ എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ തിരിച്ചറിഞ്ഞു. ഇതെൻ്റെ വിശേഷതയാണ്. ബാപ്പ് ദാദ കുട്ടികളെ സന്മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹൃദയം കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ബാപ്പ് ദാദയ്ക്ക് മുന്നിലാണ്. ബാബയുടെ പ്രത്യക്ഷത എത്രയും വേഗത്തിൽ നടക്കണം. ഞാൻ ഈ സങ്കല്പം ചെയ്യുമ്പോൾ, ഹൃദയത്തിൽ ആഗ്രഹം വെക്കുമ്പോൾ, വായിലൂടെ പറയുകയും ചെയ്യുന്നു, എനിക്ക് ബാപ്പ് സമാനമാകണം. അതിനായി ഞാൻ ഫോളോ ഫാദർ അഥവാ മാതാപിതാവിൻ്റെ ചുവട് പിന്തുടരുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ത്രികാലദർശിയാണ്, ത്രിനേത്രിയാണ്. എന്ത് ബാബ ചെയ്തുവോ അത് കോപ്പി ചെയ്യണം. അതിനായി സങ്കല്പമുണ്ട്, ഉണർവുണ്ട്, ലക്ഷ്യവുമുണ്ട്. മരിച്ചാലും ഇല്ലാതായാലും സങ്കല്പമില്ലാതാകരുത്. തല കുനിക്കേണ്ടി വന്നാലും, ജീവിച്ചിരിക്കെ മരിക്കേണ്ടി വന്നാലും, സഹിക്കേണ്ടി വന്നാലും, കേൾക്കേണ്ടി വന്നാലും സങ്കല്പം പോകരുത്. ഇതാണ് ദൃഢത. ബാപ്പ് ദാദ പറയുകയാണ്, ആരെങ്കിലും അപമാനിക്കട്ടെ, വെറുക്കട്ടെ, നിന്ദിക്കട്ടെ, ദുഃഖം നൽകട്ടെ, എന്നാലും നിങ്ങളുടെ ശുഭഭാവന അകലാതിരിക്കട്ടെ. നമ്മൾ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരാണ്. അപ്പോൾ ദുഃഖത്തിൻ്റെ കാര്യത്തെ സുഖത്തിൻ്റെ കാര്യത്തിലേക്ക് പരിവർത്തനം ചെയ്യണം. നിന്ദയെ റോസാപ്പൂവാക്കണം. സമസ്യയെ ബാപ്പ് സമാനമാക്കുന്നതിനുള്ള
സങ്കല്പത്തിലേക്ക് പരിവർത്തനപ്പെടുത്തണം. ഞാൻ ബ്രാഹ്മണ ജന്മത്തിലേക്ക് വന്നപ്പോൾ നിശ്ചയിച്ചു, ഞാൻ ബാബയുടേത്, ബാബ എന്റേത്. പുതിയ പുതിയ റോയൽ രൂപത്തിൽ മായ വരുന്നു. അസ്ത്രശസ്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മായ എന്നെ തലകുനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബാബ വീണ്ടും അടിവരയിട്ടു പറയുന്നു, ബാബ് സമാനമാകണം. ഈ ലക്ഷ്യത്തിൻ്റെ സമാനത്തിലിരിക്കൂ, ബഹുമാനം നൽകൂ. അതായത് ബഹുമാനം നേടൂ. ദൃഢതയെ ശക്തമാക്കൂ, അചഞ്ചലമാക്കൂ. ബാബ സ്മൃതി നൽകുന്നു, ഞാൻ ആത്മാവാണ്. ഈ ശ്രേഷ്ഠ സ്മൃതിയോടെ ഞാൻ ആത്മാവിൽ സമർത്ഥത നിറയുന്നു. സ്മൃതി സമർത്ഥത കൊണ്ടുവരും. ഞാൻ ബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് മുന്നോട്ടു പോകുന്നു. അപ്പോൾ സമാനമാകുക എന്നത് സഹജമായി അനുഭവമാകും. ഈ ചെറിയ ലോകത്തിൽ ബാപ്പ് ദാതയും കുട്ടികളുമേയുള്ളൂ, മറ്റ് വിസ്താരമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ബാബയെ ഓർമ്മ വരുന്നു, ബാബയ്ക്ക് കുട്ടികളെ ഓർമ്മ വരുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സൈലൻസിന്റെ സാധനങ്ങളിലൂടെ മായയെ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ് ഓടിക്കുന്ന മായാജീത്തായി ഭവിക്കൂ. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ഞാൻ ഇപ്പോഴും പുരുഷാർത്ഥിയാണ്. ഈ ചിന്തകൾ മായയുടെ സത്കാരം ചെയ്യലാണ്, ശല്യമുണ്ടാക്കലാണ്. അതിനാൽ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ഓടിക്കണം. അപ്പോൾ മായാജീത്താകുന്നു. ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖകളെ പ്രത്യക്ഷപ്പെടുത്തൂ. എങ്കിൽ പഴയ സംസ്കാരത്തിൻ്റെ രേഖകൾ അപ്രത്യക്ഷമായിക്കോളും. ഓം ശാന്തി.